എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ആ 4 വില്ലന്മാരെ കാണിക്കുന്നു. അവര് 4 പേരും അവരുടെ മെയിൻ നേതാവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ കണ്ടുപിടിച്ചതാണ്. പക്ഷെ തക്ക സമയത്ത് അവിടേക്ക് ലീഫ് വില്ലേജിലുള്ള നിഞ്ചകൾ കടന്നു വന്നു. അവരാണ് അവരെ 3 പേരെ രക്ഷിച്ചത്. അതിന് നേതാവ് പറയും, അത് കുഴപ്പമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ആ ഒരു ഫോർബിഡൻ ജിപ്സു അത് നമ്മൾ സ്വന്തമാക്കണം. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മളായിരിക്കും പിന്നീട് ഈ ലോകത്തെ തന്നെ ഭരിക്കുക. അപ്പൊ അതിൽ ഒരുത്തൻ പറയും, അത്ര എളുപ്പത്തിലൊന്നും ആ ഒരു ഫോർബിഡൻ ജിപ്സു അത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം ആ ലീഫ് വില്ലേജുകാര് അവർ ശരിക്കും ട്രെയിൻഡ് ആണ്. അപ്പൊ അത് കേട്ട് വേറൊരുത്തൻ പറയും, അങ്ങനൊന്നുമില്ല, നമ്മൾ വിചാരിച്ച ഉറപ്പായിട്ടും വളരെ ഈസി ആയിട്ട് അത് അടിച്ചു മാറ്റാൻ കഴിയും. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിന് 10 പറഞ്ഞ് 100 പറഞ്ഞ് അടി ഇടി ബഹളം. അത് കണ്ട് അവരുടെ ലീഡർ ആൾ അടിയൊക്കെ കോംപ്രമൈസ് ചെയ്ത് വീണ്ടും ചില പ്ലാനുകള് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. നേതാവ് പറയും, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ ഹിഡൻ വില്ലേജിലേക്ക് പോണം. ലീഫ് വില്ലേജുകാരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾ ഒരുപാട് വിഷമത്തില് ചുന്ദരനെ സ്വപ്നം കണ്ട് അങ്ങനെ നടക്കാണ്. അവൾക്കാണെങ്കില് നറൂട്ടോയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. കുട്ടപ്പൻ അവളെ ഫോളോ ചെയ്യുമ്പോ അവൾ ടെൻഷനായിട്ട് ഒരു കല്ലെടുത്ത് അവനിട്ട് ഒറ്റ ഏറ്. എന്നിട്ട് ഫുൾ കലിപ്പില് എനിക്ക് ബോഡി ഗാർഡൊന്നും വേണ്ട, എന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. അത് കേട്ട് യാമുട്ടോ സെൻസായി പറയും, അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്, അവൾ എവിടേക്കാന്ന് വെച്ചാ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ. അതിന് കുട്ടപ്പൻ അവൻ ടെൻഷനായിട്ട് ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും, മാസ്റ്റർ എന്താ പറയണേ? അവൾ ഒറ്റയ്ക്ക് പോയാ തീർച്ചയായിട്ടും വില്ലന്മാർ അവളെ കീഴ്പ്പെടുത്തും. ആ ഫോർബിഡൻ ജിപ്സു അവളുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് അവരടിച്ചു മാറ്റും. അപ്പൊ യാമുട്ടോ സെൻസായി എന്തോ ഒരു സീക്രട്ട് ഇപ്പൊ കുട്ടപ്പന്റെ ചെവിയിൽ പറയും. ആ ഒരു സീക്രട്ട് പ്ലാൻ കേട്ട് ഇപ്പൊ കുട്ടപ്പൻ പൊട്ടിച്ചിരിക്കും. കുട്ടപ്പൻ ഉടനെ വിളിച്ചു പറയും, ഓക്കെ, നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാനിനി നിന്റെ പുറകെ വരാനോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനോ പോകുന്നില്ല. അത് കേട്ടുടൻ ഇപ്പൊ പെങ്കൊച്ചാവട്ടെ അവള് കാവടി തുള്ളി ഹാപ്പി ആയിട്ട് മുൻപോട്ട് ഓടും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ സായി ആവട്ടെ അവൻ സ്ക്രോൾ എടുത്ത് ഇപ്പൊ ഒരു പുഴുവിന്റെ ചിത്രം വരയ്ക്കും. ആ പുഴുവിനെ അങ്ങനെ തന്നെ അവളുടെ ദേഹത്തിടും. അവള് പേടിച്ച് നിലവിളിക്കും. അപ്പൊ കുട്ടപ്പനാവട്ടെ ആ പുഴുവിനെ അങ്ങനെ കയ്യിലെടുക്കും. കുട്ടപ്പൻ കാഷ്വൽ ആയിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ചെറിയ പുഴുവാണ്, നിന്നെ സഹായിച്ചതിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ തിരികെ പോവാന്ന് പറയുമ്പോ അവള് ചാടി വന്ന് കുട്ടപ്പനിട്ടൊരു ഒറ്റ ഇടി. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് പോവാൻ, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, അതിന് കുഴപ്പമില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ കൂടെ വരാം. അങ്ങനെ നമ്മുടെ 2 സ്വത്തുമണികളും ഇപ്പൊ അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. സായി ആണെങ്കില് വീണ്ടും ഓരോരോ പുഴുക്കളെ വരച്ച് അങ്ങനെ താഴേക്കിടും. കുട്ടപ്പനാണെങ്കില് അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ദൂരത്തേക്കും കളയും. അവരിപ്പോ വളരെ നോർമലായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവളിപ്പോ ആ ചുന്ദരൻ ചെക്കനെ കുറിച്ച് പറയും, എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്, അവന്റെ അത്രയും പവറുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കുട്ടപ്പൻ ചോദിക്കും, അവൻ നിന്റെ മാസ്റ്റർ ആണോ? അവനൊരു ചെറിയ പയ്യനല്ലേ, അവനെ കണ്ട ഒരു മാസ്റ്റർ ആണെന്നൊന്നും പറയില്ല. നീ അവന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ മാസ്റ്ററിന്റെ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം ഒരു സെനിയനാണ്, അത്രയും പവറുള്ള ആരും ഇന്ന് ജീവനോടുകൂടെ ഇല്ല. അദ്ദേഹത്തിന് നല്ല മനസ്സാണ്, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ പോലെ ആവും. അതിന് അവള് പറയും, എനിക്ക് എന്റെ ചുന്ദരൻ ചെക്കനെ പോലെ നല്ലൊരു മാസ്റ്റർ ആവണം. ഒരുപാട് ജിപ്സും ഒക്കെ പഠിച്ച് അവനെയും കല്യാണം കഴിച്ച് ഞങ്ങൾ 2 പേരും ചേർന്ന് ആ ഒരു ക്ലാൻ അത് തിരികെ പിടിക്കുമെന്ന് പറയുമ്പോ ഇവിടെ സായി ആവട്ടെ അവനിപ്പോ അറഞ്ചം പുറഞ്ചം ഒരുപാട് പുഴുക്കളെ കുട്ടപ്പന് നേരെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടപ്പന് കലി കയറി സായി നോക്കി അവൻ നിർത്താൻ ആക്ഷൻ കാണിക്കും. പക്ഷെ സായിക്ക് മനസ്സിലാവില്ല. അവൻ കുറച്ചുകൂടെ വലിയ സൈസിൽ പുഴുക്കളെ ഉണ്ടാക്കി ഇപ്പൊ താഴേക്കിടാൻ തുടങ്ങും. കുട്ടപ്പന് കലി കയറി അവൻ പല്ലെറുമും. അതിന് സായി ആവട്ടെ അവൻ വീണ്ടും ഇപ്പൊ 10-100 പുഴുക്കളെ ഒരുമിച്ച് താഴേക്കിടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ നമ്മുടെ ചുന്ദരൻ ചെക്കൻ അവൻ എന്തൊക്കെയോ പകൽക്കിനാവൊക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് കിടക്കുകയാണ്. അവന്റെ ചുറ്റും ഒരുപാട് ബബിൾസിനെ ക്രിയേറ്റ് ചെയ്ത് അവനെ തന്നെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. അവൻ പതിയെ ഇപ്പൊ ചുന്ദരിയെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ മയങ്ങാൻ തുടങ്ങും. അവളിപ്പോ സേഫാണ്, തീർച്ചയായിട്ടും അവരവളെ പൊന്നുപോലെ നോക്കും. അവനിപ്പോ പതിയെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ചുന്ദരിയെ രക്ഷിച്ചതിന് ശേഷം ഒരുപാട് അടികിട്ടി ബോധം നഷ്ടപ്പെട്ട അവനെ ആ ഒരു ചുന്ദരി അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് അവൾ അവനെ ഓക്കെ ആക്കി മാറ്റി. പക്ഷെ എന്താ, അന്ന് മുതല് അവൾ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് തവണ
അവളോട് എന്നെ മാസ്റ്റർ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവളത് കേട്ടില്ല. അതിന് അവള് പറയും, ഞാൻ നിന്നെ ശുശ്രൂഷിച്ചില്ലേ, നിനക്ക് ഫുഡ് തന്നില്ലേ, അതിന് പകരമായിട്ടെങ്കിലും ദയവായി നീ എന്നെ നിന്റെ ശിഷ്യയാക്കി മാറ്റണം. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് നാണമില്ലേ ഇത്രയും സില്ലി കാര്യങ്ങൾക്ക് കണക്ക് പറയാൻ? ഞാനല്ല, ഇതെനിക്ക് ടോംബി പറഞ്ഞു തന്ന ഐഡിയ ആണെന്ന് ഇപ്പൊ അവള് പറയും. ദയവായിട്ട് കുറച്ച് ജിപ്സുമെങ്കിലും നീ എനിക്ക് പറഞ്ഞു തരണം. അവന് വേറെ വഴിയില്ലാതെ അവൻ അവളോട് പറയും, ഓക്കെ, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ഈ നദിക്ക് കുറുകെ ഇപ്പൊ നടക്കാൻ ശ്രമിക്ക്. അവൾ ഉടനെ അവളുടെ സകല പവറും എടുത്ത് ആ നദിക്ക് ചുറ്റും ഓടും. പക്ഷെ അവളുടെ ബാലൻസ് പോയി ഇപ്പൊ അവള് വെള്ളത്തിൽ മുങ്ങിപ്പോവും. അത് കണ്ട് ചുന്ദരൻ ചിരിക്കും. ഇവളെ കൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ ഹായ് ആയിട്ട് അകത്തേക്ക് കയറിപ്പോവും. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവളിപ്പോ ചക്ര പവർ ഉപയോഗിച്ച് നദിയിലൂടെ ഇപ്പൊ ബാലൻസ് ചെയ്ത് നടക്കുകയാണ്. അത് കണ്ട് അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. അവൻ വിടില്ല. അവൻ അടുത്തൊരു ജിപ്സ് കാണിച്ചു കൊടുക്കും. ഇത് നീ ബ്രേക്ക് ചെയ്യ്, എങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ എന്റെ ശിഷ്യയാക്കാന്ന് പറഞ്ഞ് അവൻ വീണ്ടും അകത്തേക്ക് കയറിപ്പോവും. അവൻ ഡോറടച്ച് ഇപ്പൊ ശ്വാസം വലിച്ചു വിടും. ഹാവ്, ഞാൻ രക്ഷപ്പെട്ടു. ഈ ജിപ്സു അവളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ചുന്ദരി പെണ്ണ് മാസായിട്ട് വന്ന്, മാസ്റ്റർ, ഞാൻ ആ ഒരു ജിപ്സും ഇപ്പൊ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഉടനെ അവള് ഇപ്പൊ മാസായിട്ട് ആ ഒരു ജിപ്സും ചെയ്തു കാണിക്കും. അത് കണ്ട് അവൻ ഫ്രീസായി പോവും. അവള് പറയും, ഇപ്പോഴെങ്കിലും എന്നെ നിന്റെ സ്റ്റുഡന്റ് ആക്കിക്കൂടെ? അതിനവൻ ദേഷ്യപ്പെട്ട് ടോംബിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ എന്തിനാണ് അവളെ എപ്പോഴും എന്റെ അടുത്തേക്ക് അയക്കുന്നത്? എനിക്കിത് തീരെ ഇഷ്ടാവുന്നില്ല എന്ന് പറയുമ്പോ അതിന് ടോംബി പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ ഒരു സഹായം ആവശ്യമാണ്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ ഇന്നു മുതൽ അവളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അവൾ നമ്മുടെ ക്ലാനിന്റെ നേതാവിന്റെ കൊച്ചുമകളാണ്. അവൾക്കൊരു വലിയ നിയോഗമുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവളുടെ ജീവൻ അത് ഞാൻ ഇപ്പൊ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എനിക്കിപ്പോ പ്രായവും ഒരുപാടായി. അതുകൊണ്ടാണ് അവളിപ്പോ നിന്റെ പിന്നാലെ വരുന്നത്. ദയവ് ചെയ്ത് എന്റെ അപേക്ഷ കേൾക്കണം. അതിനവൻ പറയും, ആക്ച്വലി എനിക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് ശത്രുക്കളുണ്ട്. അവളെ എന്റെ കൂടെ അയച്ചാ അവളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാവും. മാത്രമല്ല എനിക്ക് ആരുടെയും മാസ്റ്റർ ആവാൻ ഒട്ടും താല്പര്യമില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് അവന്റെ മാസ്റ്റർ ആവട്ടെ അവൻ എവിടെയോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാസ്റ്റർ അവന്റെ വയറ്റില് ഇപ്പൊ കൈവച്ച് അമർത്താൻ തുടങ്ങും. ഉടനെ അവൻ വേദന എടുത്ത് ഇപ്പൊ നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. പെട്ടെന്ന് തന്നെ ഇപ്പൊ നമ്മുടെ ചുന്ദരൻ ചക്കൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. അപ്പൊ അവൻ കാണും അവന്റെ ചുറ്റിലും ആ വില്ലന്മാര് അവരെങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വില്ലന്മാര് അവരാ ഫോർബിഡൻ ജിപ്സുവിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങും. ഫോർബിഡൻ ജിപ്സു അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇത് കേട്ട ചുന്ദരനാവട്ടെ അവൻ ചാടി വീണ് ഇപ്പൊ ഒരുപാട് ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ചുന്ദരനെ കണ്ടുടനെ അവര് 4 പേരും ചേർന്ന് ഇപ്പൊ അവനെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്തോണ്ട് പൊരിഞ്ഞ ഫൈറ്റിന്റെ അവസാനം അവരെ 4 പേരെയും ചുന്ദരൻ ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ ആ വില്ലന്മാര് അവര് നിസ്സാരക്കാരല്ല. അവരവന്റെ ലോക്ക് തകർത്ത് അവര് 4 പേരും ചേർന്ന് ഒരു ബാരിയർ ജിപ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ സ്ഥലം തന്നെ അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ സ്വത്തുമണികളെ കാണിക്കും. അവര് 2 പേരും ഇപ്പൊ കൊഞ്ചിയിട്ട് കുറുവിയിട്ട് അങ്ങനെ നടന്നു വരാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ യാമുട്ടോ സെൻസായും ബാക്കിയുള്ള ആൾക്കാരും അവിടേക്ക് വരും. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ഹിഡൻ വില്ലേജിലേക്ക് എത്തും. കുട്ടപ്പൻ ആ വില്ലേജ് കണ്ടുടനെ അവിടേക്ക് ഓടാൻ തുടങ്ങും. അവൻ ചുറ്റും നോക്കും. പക്ഷെ അവിടെ ആരെയും കാണാനുണ്ടാവില്ല. മാത്രമല്ല വീടുകളും ബിൽഡിങ്ങും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവൻ ചോദിക്കും, എന്തു പറ്റി, ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ? അപ്പോഴായിരിക്കും അവനൊരു കാര്യം ശ്രദ്ധിക്കുക. ചില വീടുകളില് ആൾക്കാരുണ്ട്. അവര് ജനൽ വഴിയും വാതിലിന്റെ ഏടുകൾ വഴിയും നമ്മുടെ ആൾക്കാരെ നോക്കുന്നത് ഇപ്പൊ കുട്ടപ്പൻ കാണും. അത് കണ്ട് കുട്ടപ്പൻ പറയും, എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ അടുത്തുള്ള ഒരു മതിലിൽ വലിഞ്ഞു കയറി വലിയൊരു ബെല്ല് അത് അടിക്കാൻ തുടങ്ങും. അതിന്റെ കൂടെ തന്നെ അവനിപ്പോ വിളിച്ചു പോവും, എല്ലാവരും ഓടിക്കോ, ഇവിടെ വീടുകളിലെല്ലാം തന്നെ ഇപ്പൊ തീ പിടിച്ചിരിക്കുകയാണ്. അത് കേട്ട് ജനങ്ങള് അവര് പേടിച്ചു വരച്ച് ഇപ്പൊ വീട് വിട്ട് പുറത്തേക്ക് വരും. കുട്ടപ്പൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് ഇപ്പൊ യാമുട്ടയോട് ചോദിക്കും, എങ്ങനുണ്ട് എന്റെ ഐഡിയ? അത് റോക്കറ്റ് അല്ലേ? കുട്ടപ്പൻ പറയും, നിങ്ങളുടെ രാജകുമാരിയെ ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഹാപ്പി അല്ലേ ചോദിക്കുമ്പോ അതിന് ജനങ്ങളാവട്ടെ അവരിപ്പോ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പരസ്പരം പറയാൻ തുടങ്ങും. അപ്പൊ ഏതോ ഒരാള് ഇപ്പൊ മുൻപോട്ട് കടന്നു വരും. ആള് പറയും, ഞാൻ ഇവളുടെ അങ്കിളാണ്, ഇത്രയും ദിവസവും ഞാൻ ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇനി കുഴപ്പമില്ല, ഇവള് സേഫാണ്, നിങ്ങൾക്ക് പോവാം. പക്ഷെ കുട്ടപ്പനാണെങ്കില് ഇപ്പൊ എന്തൊക്കെയോ ഡൗട്ട് കൊടുങ്ങും. അവൻ വീണ്ടും ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ യാമുട്ടോ പറയും,
നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ആയി. നമുക്ക് എത്രയും പെട്ടെന്ന് തിരികെ സാക്കുറയുടെ അടുത്തേക്ക് എത്തണം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ തിരികെ നടക്കാൻ തുടങ്ങും. അപ്പൊ ചുന്ദരി പെണ്ണാവട്ടെ, അവള് കുട്ടപ്പനോട് താങ്ക്സ് പറയും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ തിരികെ നടക്കുകയാണ്. പക്ഷെ കുട്ടപ്പൻ അവനിപ്പോ യാമുട്ടോ സെൻസയോട് പറയും, എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടും. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.